ആരാധനയ്ക്ക് യോഗ്യൻ യേശു. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. പാപവും ശാപവും ഒഴിഞ്ഞിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. രോഗവും ദുഃഖവും അകന്നിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. പാപവും ശാപവും ഒഴിഞ്ഞിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. രോഗവും ദുഃഖവും അകന്നിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. ആത്മാവിൽ ആരാധന, ദൈവസുതനായ ആരാധന. തോറ്റ് നിരാശയിലിരിക്കുന്നുണ്ട്. പരിശുദ്ധൻ പറയുന്നു, ഇന്ന് യേശുവിന്റെ കയ്യിൽ കേസ് ഏൽപ്പിക്കാമോ? നിന്റെ കുടുംബത്തിൽ ഇതാ അത്ഭുതം നടക്കാൻ പോകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് വിമല. എനിക്ക് 15 വർഷത്തിലേറെയായി രക്തത്തിൽ കൊളസ്ട്രോൾ അളവ് കൂടിയത് കാരണം വളരെയധികം ഞാൻ ഭാരപ്പെട്ടിരുന്നു. നെഞ്ചിടിപ്പ്, തലചുറ്റൽ, അതുപോലെയുള്ള പലവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടു. എന്നിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അലോപ്പതിയാണ് ചെയ്തത്. അതായിട്ട് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം പിന്നെയും പലവിധ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പറ്റാതെ പിന്നെ ആയുർവേദം കഴിച്ചു. ആയുർവേദത്തിൽ കഴിക്കുമ്പോൾ എനിക്ക് പ്രഷർ കുറയാൻ തുടങ്ങി. അങ്ങനെ അത് നിർത്തി. അവസാനം ഹോമിയോയിൽ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതും രോഗം കുറഞ്ഞില്ല. ഈ മരുന്നുകളെല്ലാം കഴിച്ചാലും രോഗം മാറില്ല. ആഹാരം കഴിക്കാൻ പറ്റില്ല. രോഗിയായി തന്നെ തുടരണം, മരുന്നും കഴിക്കണം. അപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നത് കൊളസ്ട്രോളൊക്കെ മരണം വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരവസ്ഥയിൽ എനിക്ക് ഷുഗറും കൂടെ വരാനിടയായി. വളരെയധികം ഷുഗർ കൂടി. അപ്പോൾ കൊളസ്ട്രോൾ 200-ന് താഴെ വേണ്ടടുത്ത് എനിക്ക് ഏതാണ്ട് 400-ഓളം ഉണ്ടായിരുന്നു. അതുപോലെ ഷുഗർ ആഹാരത്തിന് മുമ്പ് 100-ന് താഴെ ആയിരിക്കണം. എനിക്ക് 145 ഉണ്ടായിരുന്നു. അതുപോലെ ആഹാരത്തിന് ശേഷം 125 വേണ്ടടുത്ത് 200-ലധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരവസ്ഥയിലാണ് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്ക് വഴിയൊരുക്കിയത്. അങ്ങനെ ഇവിടെ വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എല്ലാ മാസവും കൃത്യമായിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം ഞാൻ പാസ്റ്ററോട് ഈ വിഷയം പറഞ്ഞു. ഞാനിങ്ങനെ കൊളസ്ട്രോളും ഷുഗറുമായിട്ട് വളരെയധികം ഭാരപ്പെടുകയാണെന്ന്. ഉടനെ തന്നെ പാസ്റ്റർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് തന്നു. ആ വെള്ളം കുടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ പോയി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ദൈവം എനിക്ക് ഭയങ്കര അത്ഭുതം ചെയ്തതായി ആ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും വളരെയധികം കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പം അത് ഞാൻ ഉടനെ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. പാസ്റ്ററേയും വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു സംശയം, ഇത് ശരിക്കും മാറിയതാണോ? ഇപ്പം ലാബിലൊക്കെ ഇങ്ങനെ റിസൾട്ടുകൾ മാറിപ്പോകുന്ന പതിവുണ്ട്. അവരെങ്ങനെയെങ്കിലും തെറ്റായിട്ടൊക്കെ പരിശോധിച്ച് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള എനിക്ക് സംശയം. എന്ന് വെച്ചാൽ ഇത്രയും 15 വർഷത്തിലധികം എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയാതിരുന്ന ഈ കൊളസ്ട്രോൾ എങ്ങനെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ഒരു കൊച്ചുകുട്ടികളുടേതുപോലത്തെ റിസൾട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സംശയം കൊണ്ട് വീണ്ടും അടുത്ത മാസം ഒന്നുകൂടെ ഞാൻ ആരോടും പറയാതെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാൻ നല്ല മധുരമുള്ള മാമ്പഴവും രാവിലെ നല്ല മധുരമുള്ള പഴമൊക്കെ കഴിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ അത്ഭുതം, അപ്പോഴും കഴിഞ്ഞ മാസം ചെക്ക് ചെയ്ത പോലെ തന്നെ വളരെ നോർമൽ, വളരെയധികം കുറഞ്ഞ അളവിലായിരുന്നു കൊളസ്ട്രോൾ. കരങ്ങളടിച്ച് യേശു അത്ഭുതത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അത്ഭുതത്തിന് നന്ദി പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-5 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൈ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. വാവിട്ട് നിലവിളിക്ക് അത്ര തപ്പി വീണ് കൈ ഉയർത്താൻ വയ്യ. ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ഈ ഭാഗത്തായിരുന്നു വേദന. പക്ഷേ ഇവിടം വരെ ഷോൾഡർ വരെ എനിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കുമായിരുന്നു. ഞാൻ വാവിട്ട് ഉറക്കം
ഒത്തിരി സമയം ഞാൻ അങ്ങ് പൊട്ടിക്കരയും. അത്ര വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഉറക്കത്തിലൊക്കെ തിരിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ പെട്ടെന്ന് ഈ വിരലിങ്ങനെ ചലിക്കുമ്പോഴത്തേക്കും അത് കഠിനമായ വേദന ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. 2-3 ദിവസം ഞാൻ പെയിൻ കില്ലർ കഴിച്ചായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഇവിടെ 21 ഫാസ്റ്റിംഗ് നടക്കുന്ന സമയത്താണ് എനിക്ക് കൈവേദന ഭയങ്കരമായിട്ടുണ്ടായത്. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് നെയ്റ്റിങ്ങര ഹോസ്പിറ്റലിൽ പോയി. അവിടെ OP പോയി കാണിച്ചപ്പോഴത്തേക്കും OPയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ ഇവിടെ ഇങ്ങനെ വരാറുണ്ട് ഒരു മുഴ പോലെ. പക്ഷേ കൈ കൊണ്ട് ഞാനിങ്ങനെ തടയി നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തോ ഒന്നിങ്ങനെ തള്ളി നിൽക്കും പോലെ തോന്നും, ഒരു ചെറിയ കട്ടിയായിട്ട്. അപ്പോഴത്തേക്കും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അത് സാധാരണ ചിലർക്ക് വരാറുണ്ട്, എല്ലിനകത്ത് ഇങ്ങനെ നീര് കെട്ടിയിട്ട് വരുന്നതാണ്, അത് ഓർത്തോ ഡോക്ടറെ കാണിക്കുക, അപ്പോഴത് ചെറിയ ഒരു ഓപ്പറേഷനിലൂടെ അതങ്ങ് മാറ്റാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉടനെ അവരിൽ നിന്ന് മെഡിസിൻ വാങ്ങാണ്ട് വന്ന് ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോഴത്തേക്കും ഒരു സൺഡേ വൈകിട്ടുള്ള സെക്ഷനിൽ പാസ്റ്റർ മെസ്സേജ് പറഞ്ഞുകൊണ്ട് നിന്നതിനിടയ്ക്ക് പറഞ്ഞു, അസ്ഥി സംബന്ധമായ കയ്യിൽ നിന്നും ഒരു ഉറ ഇങ്ങനെ കർത്താവ് എടുത്ത് മാറ്റുന്നതായിട്ട് കാണുന്നു എന്ന് മെസ്സേജിനിടയ്ക്ക് അങ്ങ് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ട് കർത്താവ് എനിക്ക് സുഖം തരണം, ഞാൻ അങ്ങ് വിശ്വസിച്ചുള്ളൂ, കർത്താവ് എനിക്ക് സൗഖ്യം തരണമേന്ന് ഞാൻ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ വീട്ടിൽ പോയി ജോലിയൊക്കെയും ചെയ്തപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല, അന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ വീട്ടിൽ നോക്കിയപ്പോൾ എൻ്റെ കൈ എന്ത് ജോലി ചെയ്തിട്ട് എനിക്ക് ആ വേദനയൊന്നുമില്ല. അപ്പോൾ എന്നെ വിടുവിച്ച കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം മാസങ്ങളായി എനിക്ക് ആ വേദന ഇതുവരെയും വന്നിട്ടില്ല. കർത്താവേ നന്ദി, സ്തോത്രം. വിടുവിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വന്ദനം. യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഈ TV പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന വചനം മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അത്ഭുതങ്ങളും നടക്കേണ്ടതിന് ഞാൻ കർത്താവ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൊലോസ്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യം നാം ചിന്താവിഷയമായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. കാൽവരി ക്രൂശിൽ യേശു രക്തം ചിന്തി, അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ടായി എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. സമാധാനമില്ലാതെ അനവധി പേർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ കാലം കഴിയും തോറും സമാധാനമില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അതിനെ പറയുന്നു, സാത്താൻ മേലെ ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് ആചരണത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, ഉള്ളൂ എന്ന് കണ്ട് അവനെന്താ ശക്തിയോടുകൂടെ പല അധർമ്മങ്ങളും അസമാധാനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നതെന്ന് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു, സമാധാനമില്ലാതെ എത്രയോ പേർ കൊന്നുകളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സമാധാനമുണ്ടോ? വചനം പറയുന്നു, സമാധാന പ്രഭു എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശുവാണ്. ഇവിടെ വചനം പറയുന്നു, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. കൊലോസ്യർ ലേഖനം 1:20 നാം ചിന്തിക്കുന്ന ഭാഗം. പ്രൈസ് ദി ലോർഡ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. കണ്ടോ, അടുത്ത് ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭൂമിയിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നോക്കട്ടെ, ഇവിടെ തന്നോട് നിരപ്പിക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ സത്യദൈവമായിട്ടുള്ള ബന്ധത്തിലാണോ ആയിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അവൻ ദൈവമെന്ന് പേരെടുത്ത് നിൽക്കുന്ന പലതുകൊണ്ട്, പക്ഷെ അവയെ ചിന്തിച്ചാൽ ദൈവ സ്വഭാവം അവർക്കില്ല, ദൈവത്വമില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, അവൻ സൃഷ്ടിതാവാണ്. ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയ ഏക സത്യ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ദൈവത്തിലേക്ക് നമുക്കടുക്കാം. ദൈവം സൃഷ്ടിച്ചവനാകിയാൽ നമ്മുടെ എല്ലാ തകർച്ചകളും മാറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിച്ചവന് അല്ലേ, നമുക്ക് മാരുതിയുടെ ഒരു വണ്ടിയാണെങ്കിൽ കേടുവന്നാൽ നമുക്ക് മാരുതിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ അവർ ചെയ്തു തരും. കാരണം അവരാണ് ആ വാഹനത്തെ പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് സൃഷ്ടിതാവായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുക്കാം. സൃഷ്ടിയുടെ അടുക്കലേക്കല്ല, സൃഷ്ടിതാവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നിങ്ങളുടെ തകർന്നു പോയ ആ ജീവിതത്തെ പണിയുവാൻ സൃഷ്ടിതാവിന് കഴിയും. കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. ഒരു കുശവൻ തൻ്റെ കൈകൊണ്ട് ഒരു മൺപാത്രം ഉണ്ടാക്കുകയാണ്. അറിയാമല്ലോ, കുശവൻ മൺപാത്രങ്ങളെ മെനയുന്നവനാണ്. മണ്ണ് കുഴച്ച് പാത്രങ്ങളെ ഉണ്ടാക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ ആ പാത്രം തകർന്നു പോയാൽ ആ പാത്രത്തെ ഉണ്ടാക്കിയ കുശവൻ അതിനെ പണി തൻ്റെ ഹിതത്തിനൊത്ത് വന്നിനെ ഒന്നുകൂടെ ഉടച്ച് അതിനെ വീണ്ടും പണിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. മനോഹരമായൊരു പാത്രമാക്കി മാറ്റാൻ ഇടയാകും. തകർന്നു പോയ അനുഭവത്തിലാണോ,
താങ്കളുടെ ജീവിതം. പ്രിയമുള്ളവരെ, മറ്റാർക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ല. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, സൃഷ്ടിതാവായ ദൈവം, കർത്താവായ യേശു, മനുഷ്യനായി വന്ന ദൈവമായിരുന്നവൻ. പ്രിയമുള്ളവർ, ഇന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാമെങ്കിൽ അവൻ നിങ്ങളെ ഒന്ന് ഉടച്ച് പണിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഇടിക്കാനും പൊളിക്കാനും പണിയുവാനും നടുവാനും ഒക്കെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരികയാണ്. എന്തിനാണെന്നറിയാമോ? ഇടിക്കാനും പൊളിക്കാനും പണിയുവാനും ഒക്കെ. അപ്പം പണി നടക്കണമെങ്കിൽ ചിലത് ഇടിക്കണം. പഴയ അവസ്ഥ ഇടിഞ്ഞാലേ പുതിയ പണി നടക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ല. പലപ്പോഴും നമ്മൾ പഴയ ദൈവത്തെ ദൈവം എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പഴയ അനുഭവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പഴയ വ്യഭിചാരം, പഴയ കോപം, പഴയ ക്രോധം, അല്ലേ, പഴയ മോഷണം, പഴയ രീതിയിലുള്ള, അല്ലെ, പഴയ മനുഷ്യൻ്റെ സ്വഭാവമായ അക്രമങ്ങൾ, അല്ലെ, പിന്നെ കള്ളത്തലകൾ, അതിരുതോണ്ടലുകൾ, അല്ലെ, എന്തെല്ലാം അക്രമങ്ങൾ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, അസൂയ, പക, ഈ പഴയ സ്വഭാവങ്ങൾ പഴയത് വെച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിച്ചാൽ നടക്കത്തില്ല. കർത്താവ് പറയുന്നു, അവയെ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയും. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടോ? ജീവിതം വിജയകരമാക്കാൻ എന്തെല്ലാം പരിപാടികൾ ചെയ്തു? മന്ത്രവാദങ്ങൾ, കർമ്മങ്ങൾ, അവയും പിന്നെ തീർത്ഥാടനങ്ങൾ, അല്ലെ, ആരാധനകൾ, എന്തെല്ലാം പരിപാടികൾ. പക്ഷേ അല്ലെ, ആ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ, സ്തോത്രം, അല്ലേ, സ്തോത്രം, അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പല പല നിലവാരത്തിലുള്ള കൗൺസിലിങ്. പക്ഷെ എന്നിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ സഹോദര, സഹോദരി. ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം, സൃഷ്ടിതാവിൻ്റെ കയ്യിൽ മാത്രമേ ചില വിഷയങ്ങൾ തീരത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഓടി നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. അവൻ സൃഷ്ടിതാവാണ്, അവൻ അതിനെ മെനയുന്ന നല്ല ദൈവമാണ്. ഹല്ലേലൂയ. കണ്ടോ, സമാധാനമില്ലാതെ മനുഷ്യൻ തകർന്നു പോയി. സമാധാനം ഇല്ലാതാകണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? ഒന്നുകിൽ കുടുംബ പ്രശ്നമായിരിക്കാം, അല്ലേ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളില്ലാതെ ഒരു അസമാധാനം വരത്തില്ലല്ലോ. എന്നാൽ റോമർക്ക് ലേഖനം 16-ാം അധ്യായം പഠിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവമോ. കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ച്, സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുന്നത്, യഹോവയെ കുറിച്ച് പറയുന്നത് എന്തെന്നറിയാമോ? സമാധാനത്തിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കൊല്ലാൻ വന്നവനല്ല നിങ്ങളെ തകർക്കാൻ വന്നവനല്ല യേശു. പിന്നെ വചനം പറഞ്ഞു, രക്ഷിപ്പാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. അവൻ രക്ഷകനാണ്. പാപത്തിൽ വീണ് നിത്യനരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവർക്ക് വേണ്ടി രക്തം ചിന്തി. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മെ കഴുകി പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ഈ നാശത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന്, പാപത്താലും അകൃത്യത്താലും വന്ന രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. എത്ര സന്തോഷമുള്ള വാർത്തയാണ് എന്ന് ഞാൻ എടുത്ത് അതിനെ പറയാതിരിക്കാൻ കഴിയില്ല. എത്ര സന്തോഷമുള്ള വാർത്തയാണത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. അവനെ രക്ഷിപ്പാൻ ഒരു ദൈവം നമുക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. അവയെ സ്തോത്രം. എന്താ വാക്യത്തിൽ പറയുന്നത്? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനം ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. റോമർ 16:20 ഞാൻ പറഞ്ഞല്ലോ. അവിടെ പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവം, നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ ദൈവമാണ്. യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ അവിടെ അസമാധാനം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര കാലം യേശുവിനോട് ചെന്നാൽ അസമാധാനമല്ല, സമാധാനമാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. റോമർ 16:20 എന്താ പറയുന്നത്? യേശു വന്നാൽ സമാധാനമാണ്, യഹോവ വന്നാൽ സമാധാനമാണ്. കുടുംബത്തിൽ സമാധാനം, പട്ടണത്തിൽ സമാധാനം, ദേശത്ത് സമാധാനം, അല്ലേ, വീട്ടിൽ സമാധാനം. സമാധാനത്തിന്റെ ദൈവം. റോമർ 16:20 അവൻ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. സാത്താനെ ചതയ്ക്കും. സാത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സാത്താൻ ഉണ്ട് എന്നുള്ളത് വചനത്തിൽ വ്യക്തമായി പറയുന്നു. സാത്താൻ മനുഷ്യർക്ക് അനുകൂലമല്ല, അവൻ മനുഷ്യർക്ക് പ്രതിയോഗിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, 1 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ഒരു സിംഹത്തെ പോലെ ഇങ്ങനെ അലറിക്കൊണ്ട് നടക്കുകയാണെന്നാണ്. ഹല്ലേലൂയ. അനവധി കുടുംബങ്ങളെ സാത്താൻ തകർത്ത് കളഞ്ഞു. ഒരുപക്ഷെ മന്ത്രവാദത്തിലായിരിക്കാം, ശകനവാദത്തിലായിരിക്കാം, അല്ലേ, പിന്നെ ആഭിചാരത്തിൽ ആയിരിക്കാം, ഒരുപക്ഷെ ഇല്ല, ദൈവവചനത്തിന് വിപരീതമായ ചില പ്രവർത്തികൾ ചെയ്തിട്ട് സാത്താൻ നമ്മുടെ മേൽ ഇടം വന്നിട്ട് സാത്താൻ അനേക കുടുംബങ്ങളെ, വ്യക്തികളെ നമ്മെ തകർക്കുന്ന അനുഭവങ്ങൾ കാണാം. പ്രിയമുള്ളവരെ, സാത്താൻ ഇടം കൊടുക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ലേഖനത്തിൽ പറയുന്നു, അവനോട് എതിർത്തു നിൽപ്പീൻ,
അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകാനിടയാകും. ഹല്ലേലൂയ. അവനെ എതിർത്ത് നിൽക്കണമെങ്കിൽ അവനെ എതിർക്കാൻ തക്ക ആത്മശക്തി നമുക്കുണ്ടാകണം. സാത്താൻ്റെ ശക്തിയെ കവിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ ഈ വലിയ ശക്തി കൊണ്ട് സാത്താനെ എതിർത്ത് ഓടിക്കാൻ കഴിയത്തുള്ളൂ. അത് പ്രാപിക്കണമെങ്കിൽ നാം ക്രിസ്തുവിലായി തീരണം. ഹല്ലേലൂയ. ക്രിസ്തുവിലാകുമ്പോഴാണ് അവിടുത്തെ ആത്മാവിനെ കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കുവാനിടയായി തരുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സമാധാനത്തിന് ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്യുന്നൊരു പരിപാടി, അവയെ സമാധാനത്തിന് ദൈവം സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ച് കളയും. നമ്മുടെ മുന്നേറ്റങ്ങളെ തടഞ്ഞ് സമാധാനം നഷ്ടപ്പെടുന്ന, നമ്മുടെ വഴികൾക്ക് തടസ്സമായിരിക്കുന്ന, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന, അല്ലെ, നമ്മൾ ദൈവത്തോട് കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സാത്താനെ ചതച്ച് കളയാനിടയായി. അവനെ ചതച്ച് മാറ്റിയിടപ്പ. എന്തുകൊണ്ടാണ് സാത്താനെ ചതയ്ക്കുന്ന അറിയാമോ? അവനാണ് സമാധാനം നശിപ്പിക്കുന്നവൻ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഒരു പക്ഷേ തലമുറയില്ലാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലേ? അയ്യോ, എല്ലാവർക്കും മക്കളുണ്ട്, അല്ലേ? പ്രിയമുള്ളവരെ, തലമുറയെ തടയുന്നത് പിശാചാണെങ്കിൽ അവനെ മാറ്റി തലമുറയത്തിന് സമാധാനം തരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ കലഹമായിരിക്കാം, അവൻ ഭാര്യ ഭർത്തനെ സ്നേഹിക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കാം, അവയല്ലേ മക്കളുടെ തെറ്റായ വഴി. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. ഉറക്കമില്ല, ആഴ്ചകളെ ഉറക്കമില്ല. മരിച്ചാൽ ചിന്തിക്കത്തക്ക നിലയിൽ പ്രിയമുള്ളവര് ഇതിന് മാറ്റം കൽപ്പിക്കുവാൻ നിങ്ങൾ അറിയാത്ത ചില മർമ്മങ്ങൾ ഇതിന്റെ മറിഞ്ഞു കിടപ്പുണ്ട്. ഈ മക്കളെ തെറ്റിക്കുന്നത് ആര്? സമാധാനത്തെ തകർക്കുന്ന പിശാചാണ്. അവരുടെ പിന്നിൽ വ്യാപരിക്കുന്നത്, അല്ലെ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നത് ആര്? അല്ലെ കീഴ്പ്പെടാൻ ഭാര്യയ്ക്ക് പറ്റാത്ത നിലയിൽ ചിലവർക്ക് കീഴ്പ്പെടാൻ കഴിയത്തില്ല. കീഴ്പ്പെടണമെന്ന് വചനം അറിയാം, ഭർത്താവിന് കീഴ്പ്പെടണം, അല്ലേ? ഭാര്യയെ സ്നേഹിക്കണം എന്നറിയാം, പക്ഷേ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്തോത്രമല്ലേ? കുടുംബത്തിലെ സമയത്തിന് വന്ന് അല്ലേ ഭാര്യ ഭർത്താവ് കുടുംബ ജീവിതത്തിനകത്ത് വേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. സ്തോത്രം. സ്നേഹിക്കേണ്ടത് വെറുക്കുന്നു. എന്തിനാ ഞാനിങ്ങനെ ഭാര്യ വെറുക്കുന്നത്, ഭർത്താവിനെ വെറുക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ വെറുക്കാൻ കാരണമെന്ന് അറിയത്തില്ല, പക്ഷേ വെറുത്തു പോകുന്നു. നാം അറിയാത്ത ചിലത് നമ്മൾ ചിന്തിക്കുന്നതിന് വിപരീതമായി, നമ്മൾ ആഗ്രഹിക്കുന്ന വിപരീതമായി നാശത്തിലേക്ക് നടന്ന പലതും നമുക്കെതിരെ മറഞ്ഞു വ്യാപരിക്കുന്നുണ്ട്. അത് സാത്താനാണ്, അവൻ്റെ ആത്മാക്കളാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിൽ നമ്മളെ വിടിവിക്കുവാൻ, നമ്മെ പണിയുവാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, അല്ലെ ഭൂതങ്ങളെ ഓടിക്കണം. കാരണം ജനങ്ങൾ സമാധാനം പ്രാപിക്കട്ടെ, ജനം സൗഖ്യം പ്രാപിക്കട്ടെ. പാപത്തിലേക്ക് ജനത്തെ നയിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ. പിശാചിനെ മാറ്റി പാപത്തെ ജയിക്കുവാൻ കൃപ തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ കർത്താവിലേക്ക് ഇന്ന് പകൽ നമുക്ക് കടന്നു വരാൻ ഒരുക്കമാണെങ്കിൽ പ്രിയമുള്ളവര്, നമ്മുടെ അവസ്ഥയെ കംപ്ലീറ്റ് എൻ്റെ കർത്താവ് യേശു മാറ്റാനിടയായി തീരും. ഇവിടെ വചനം പറഞ്ഞു, സമാധാനത്തിന്റെ ദൈവം സാത്താനെ ചതച്ച് കളയും. നിങ്ങളുടെ സമാധാനത്തെ തടയുന്ന, സമാധാനമില്ലാത്ത അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനെ ദൈവം ചതച്ച് കളയും. ആമേൻ. ഒരു വചനം, നിങ്ങൾ ഈ പടയിൽ യുദ്ധം ചെയ്യേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സാത്താന്റെ മേൽ അധികാരമുള്ള ദൈവമുണ്ട്, രോഗത്തിന്മേൽ അധികാരമുള്ള ദൈവമുണ്ട്, കടഭാരത്തിന്മേൽ അധികാരമുള്ള ദൈവമുണ്ട്, ശാപത്തിന്മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്, എല്ലാ തകർച്ചകളെയും മാറ്റി പണിയുന്ന ഒരു ദൈവമുണ്ട്. അവയും സമാധാനമില്ല, നശിക്കേണ്ട, ആത്മഹത്യ ചെയ്യേണ്ട, തകരണ്ട ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ ഒരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനവും രക്ഷയും മാനസാന്തരവും ഒക്കെ വിടുതലും ഒക്കെ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാമോ? വചനം പറഞ്ഞ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ഇടയായില്ല. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞു, ക്രൂശിൽ കർത്താവ് രക്തം ചൊരിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, യാഗമായി തീർന്നിരിക്കുകയാണ്. യേശു യാഗമായി എന്താണെന്ന് അറിയാമോ? നമ്മുടെ പാപങ്ങൾക്ക് പകരമാണ്. 1:7 ഒന്നുകൂടി പറയുന്നു, ആ പാപത്തിന് പകരമായി യേശു രക്തം ചൊരിഞ്ഞിരിക്കുന്നു. നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആ പാപമോചനം വരുത്തിയത് മാത്രമല്ല, സമാധാനത്തെ വരുത്തി. രോഗശാന്തിക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് പകരമായി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതം നാം പറയുന്ന ഒരു വാക്ക്, അയ്യോ എൻ്റെ ജീവൻ ശപിക്കപ്പെട്ടതാണ്, എൻ്റെ കുടുംബം ശപിക്കപ്പെട്ട, ഈ ശപിക്കപ്പെട്ട ഭവനം വിട്ട് എവിടെയെങ്കിലും പോയി രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലയോ? പ്രിയമുള്ളവരെ, ശാപത്തെ വിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുവാൻ, അനുഗ്രഹം തരുവാൻ കർത്താവ് കാൽവരി യാഗമായി. ഗലാത്യർ 3:13 നമുക്ക് വേണ്ടി യാഗമായി യേശു തീർന്നത് നമ്മുടെ ശാപങ്ങൾക്ക് പകരമാണ്. അതുകൊണ്ട് ശാപപരമായ ആ ഭവനം വിട്ട് നീ ഓടണ്ട, ശാപകരമായ അവസ്ഥ വിട്ട് ഓടണ്ട. ശാപത്തിന് പരിഹാരം തരുവാൻ യേശു കാൽവരിയിൽ യാഗമായി. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണം വെറും ഒരു എന്താ പറയുക ശിക്ഷാവിധി ആയിരുന്നില്ല. മാനവകുലത്തിൻ്റെ പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, അവിടെ നാശത്തിന് വിടുതൽ പ്രാപിക്കാനൊക്കെ ഒരു പകരമായിട്ട് യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരം അവൻ ശിക്ഷ ഏൽക്കുകയായിരുന്നു.
അവൻ യാഗമാകുകയായിരുന്നു. ആമേൻ. ന്യായപ്രമാണത്തിൽ പറയുന്നത് എന്താണ്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല. മാനകുലത്തിന്റെ രക്ഷയ്ക്ക്, നമ്മുടെ പാപങ്ങളുടെ പകരത്തിനായി, നിങ്ങളുടെ ഉദ്ധാരണത്തിനായി, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പകരമായി ആമേൻ നിങ്ങൾ വില കൊടുക്കേണ്ട യേശു കാൽവറിയിൽ വില കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചാൽ ആ വചനപ്രകാരമുള്ള രക്ഷ എല്ലാ മേഖലകളിലും വ്യാപരിപ്പാനിടയായിത്തീരും. ശരീരത്തിലും ആത്മാവിലും കുടുംബത്തിലും പിന്നെ നിത്യതയിലും, എല്ലാ നിത്യതയിലെത്തുന്ന കാര്യത്തിലും, അല്ലെ മരണത്തിന് വിടർപാട് നിത്യതയിലെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്ന അനുഭവത്തിൽ, ഇതിനൊക്കെ വേണ്ടി യേശു കാൽവറിയിൽ രക്തം അവസാന തുള്ളി വരെ ചൊരിഞ്ഞിരിക്കുക. പ്രീസല്ല കണ്ടോ, ക്രൂശിൽ കർത്താവ് മരിക്കുന്നു. ഒരു പടയാളി വന്ന് മരിച്ചോ നോക്കാൻ വേണ്ടി വിലാപ്പുറത്തൊരു കുന്തം കുത്തി കയറ്റുകയാണ്. പ്രീസലോ, ആ കുന്തം കുത്തി കയറ്റുമ്പോൾ രക്തവും വെള്ളവും താഴോട്ടൊഴുകി ഇറങ്ങാനിടയായി. ആ വെള്ളം വരെ, അവസാന തുള്ളി വരെ നമുക്ക് വേണ്ടി കർത്താവ് കാൽവറി ചിന്തുവാനിടയായി. യശാൻപത്ത് പറയുന്ന വാക്യം നമുക്കറിയാമല്ലോ. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ, അല്ലെങ്കിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. യേശു അടികൊണ്ട് തകർക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് സൗഖ്യം വരിക, ഭേദം വരികയാണ്, നമ്മുടെ തകർച്ചകൾ മാറുകയാണ്. അവ ഇത് വിശ്വസിക്കാൻ ഒരുക്കമാണോ? അവ ഇന്ന് പകൽ ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. ദൈവം നിങ്ങളെ ഈ വിഷയത്തിൽ വിടുവിക്കുവാൻ സ്തോത്രം അവിടുത്തെ കരം നീട്ടുവാനിടയായി. എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. ഈ രക്തത്തിൻ്റെ പ്രത്യേകത, ഈ രക്തം സംസാരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അവ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവ യേശുവിൻ്റെ രക്തം കൊണ്ട്, സാക്ഷ്യ വചനം കൊണ്ടും സാത്താനെ ജയിക്കാൻ പറ്റുമെന്നാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചു, യാഗമായൊരു വില കൊടുത്തു കഴിഞ്ഞത് കൊണ്ട് അവയെ സാത്താൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. അവ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് അവയെ സാത്താനെ ജയിക്കാൻ പറ്റും. ഞാൻ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട വ്യക്തിയാണ്, യേശു രക്തത്താൽ കഴുകപ്പെട്ടതാണ്, യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു പിശാചേ എന്ന് നമ്മൾ വിശ്വസിച്ച് അവനെതിരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അവനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ, സാത്താന്യ കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ അടിഞ്ഞു മാറി നമുക്ക് വിടുതൽ വരും. അപ്പം നമുക്ക് വേണ്ടി യേശു കാൽവറിയിൽ രക്തം ചിന്തത് കൊണ്ട് സാത്താന്യ കെട്ടുകളിൽ നിന്ന്, ബന്ധനങ്ങൾ നമുക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മർമ്മം ഞാൻ എടുത്തു പറയാം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവൻ നമുക്ക് യാഗമായി എന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ലെ, ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം, നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തം. വെളിപ്പാട് പുസ്തകം 5 പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, എന്താ കാണുന്നത്? സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന സിംഹാസനം, മുമ്പിൽ യാഗപീഠം, പിന്നെ കർത്താവിൻ്റെ ദാസന്മാരായ മൂപ്പന്മാർ, പ്രധാനിമാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാർ, സ്തോത്രം അവിടെ ഉണ്ട്, സ്വർഗത്തിലുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം, അതുപോലെ വെളിപ്പാട് പുസ്തകം 5 ഇതൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ, ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന് നമുക്ക് പഠിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രീസ് ദി ലോർഡ്. നോക്കണമേ, അവിടെ എന്താണ് കാണുന്നത്? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അറുക്കപ്പെട്ടതുപോലെ കുഞ്ഞാടിനെ അറുത്ത് ആ രക്തം വാർന്നൊഴുകി ഒരു കുഞ്ഞാട് നിൽക്കുക. ഈ കുഞ്ഞാട് ആരെന്ന് അറിയാമോ? നമ്മുടെ പാപത്തിന് പകരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തു. നിങ്ങളുമായിട്ടോ ഞാനുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത യേശു, മാനുഷികമായി നോക്കിയാൽ, അല്ലേ, യഹൂദനായിട്ട് ജനിച്ചവൻ, പക്ഷേ അവൻ ദൈവമായിരുന്നവനാ ഒരു മനുഷ്യനായിട്ട് വന്ന് പിറന്നത് യഹൂദന്മാരുടെ ഇടയിലാണ്. പ്രീസലോ. ഏതെങ്കിലും ഒരു കുലത്തിൽ ജനിച്ചല്ലേ പറ്റൂ. അനവധി കുലങ്ങളും അനവധി വർഗങ്ങളും ജാതികളും ഗോത്രങ്ങളും ഒക്കെ ഈ ഭൂമിയിലില്ലേ പ്രിയമുള്ളവരെ? ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ മനുഷ്യനായിട്ട് ജനിച്ച കർത്താവ് വന്നല്ലേ പറ്റൂ യാഗമാകാൻ. അതുകൊണ്ട് ഒരു യാഗവസ്തുവായി തീരാൻ വേണ്ടി രക്തമില്ലാത്ത ദൈവം, ആത്മാവായ ദൈവം, അതിനെ പറയുന്നത് ദൈവം ആത്മാവാകുന്നു, സ്വർഗത്തിലിരിക്കുന്ന ദൈവം, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, അല്ലേ? മാനവകുലത്തിന്റെ അവൻ ചെയ്ത പാപം ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്തത് കൊണ്ട് മനുഷ്യൻ പാപത്തിലേക്ക് വീണു. അതിന് പകരമായി യേശു ഒരു യാഗവസ്തുവായി, ദൈവം ഒരു മനുഷ്യനായി യേശു എന്ന പേരിൽ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ യേശുവിന്റെ രക്തം സംസാരിക്കുന്നുവെന്നാണ്. അന്നൊക്കെ സ്വർഗത്തിൽ, അല്ലെ, അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. അത് യേശുവിനെ കാണിക്കുന്നത്. കുഞ്ഞാടായിട്ടാ യാഗമായി തരുന്ന യേശുവിനെ അങ്ങനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന, അപ്പ എന്നെ വിടുവിക്കണം, ഞാൻ ഇന്ന ഭാരത്തിലായിരിക്കുന്നു, അയ്യോ എന്നെ രക്ഷിക്കാൻ ആരുമില്ലാതെ കരയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥനായിട്ട് യേശു നിൽക്കുകയാണ്, അറുക്കപ്പെട്ടവനായി, രക്തം വാർന്നൊഴുകി. അപ്പൊ എന്താ കർത്താവ്? അയ്യോ പിതാവെ നോക്ക്, താഴെ കരയുന്ന സഹോദരി ഉണ്ടല്ലോ, അവൻ ഇന്ന ഭാരത്തിൽ കരയുകയാണ്. അവൻ്റെ പാപങ്ങൾക്ക് പകരം അവൻ്റെ ഈ തകർച്ചന്ന് വിടുതൽ കൊടുക്കാനാണ് ഞാൻ കാൽവരി ക്രൂശിൽ ഒരു പാപവും ചെയ്യാത്ത ഞാൻ യാഗവസ്തുവായി ഒരു യാഗപീഠത്തിൽ അറുക്കപ്പെടും പോലെ ആണി അടിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടി. ഹല്ലേലൂയ. പിന്നെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റ് ചമ്മട്ട് കൊണ്ട് അടികേറ്റ് രക്തം വാർന്ന് ഞാൻ മരിച്ചത് ഇവരുടെ വിടുതലിന് വേണ്ടിയാ, ഇവരുടെ പാപമോചനത്തിന് വേണ്ടിയാ.
ഇവർക്ക് നിത്യത കിട്ടാൻ വേണ്ടി, ഇവരുടെ ആ രോഗം മാറാൻ വേണ്ടിയാ. അങ്ങനെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച യേശു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട്, ഹല്ലേലൂയ, പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗം നിൽക്കുന്നത് കൊണ്ട്, ഒരു വക്കീലായിട്ട് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഏക മധ്യസ്ഥനായി നിൽക്കുന്നത് കൊണ്ട്, അതാ പറഞ്ഞത് ഏക മധ്യസ്ഥനെ നമുക്കുള്ളൂ, അത് കർത്താവ് യേശുവാണ്. ഹല്ലേലൂയ. ആ യേശു അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്ന പ്രിയമുള്ളവര്? അമേ പിതാവ് ആ യാഗത്തിൽ പ്രസാദിച്ച് അവനേറ്റ കഷ്ടത നമുക്ക് വേണ്ടി കർത്താവേറ്റ ആ യാഗത്തെ അല്ലെങ്കിൽ യാഗമായ അനുഭവത്തിൻ്റെ പകരമായി അവൻ നമ്മെ സൗഖ്യമാക്കുന്നു. അവൻ നമുക്ക് വേണ്ടി വലിയ വിടുതലയക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. ഇന്ന് പകൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് അവൻ നമുക്കൊരു ഗുണകരമായി സംസാരിക്കുന്നു. അയ്യോ, ആ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടവനാ, ഈ ബ്രദർ രക്ഷിക്കപ്പെട്ടവൻ, ആ മകള് രക്ഷിക്കപ്പെട്ടതാ, ആ മകൾ എൻ്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞതാ, ഞാൻ അവൾക്ക് വേണ്ടി യാഗമായതാണ്. അയ്യോ, അവളുടെ കഷ്ടത്തിന് കർത്താവെ പിതാവെ വിടിവിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമുക്ക് മധ്യസ്ഥനായി ഈ അറുക്കപ്പെട്ട കുഞ്ഞാൻ്റെ ആ രക്തം പിതാവിൻ്റെ മുന്നേ കാണുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് സ്വർഗത്തിലെ സർവശക്തനായ ദൈവം നമ്മെ വിടിവിപ്പാൻ അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. ആ രോഗശാന്തി വരുന്നു, അത്ഭുതങ്ങൾ നടന്നു, എല്ലാ തകർച്ചകളെയുമായി പാപത്തെ ക്ഷമിക്കുന്നു, നിത്യതയ്ക്കുള്ള വഴി തുറന്നു, നമുക്ക് പ്രതികൂലമായിരുന്ന അനർത്ഥങ്ങളെ മാറ്റുന്നു. ശത്രുവായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് അവൻ നമ്മെ വിടിവിക്കുന്നു. അവൻ നമ്മെ എല്ലാത്തിലും രക്ഷിക്കുന്നു. പാപബോധം തരുന്നു. നിത്യതയിലെത്തുവാൻ തക്കമുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തരുന്നു. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം കാരണം യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ രക്തം കൊണ്ട് നമുക്ക് സമാധാനം വരുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. സാത്താനെ ചതച്ച് കളഞ്ഞിട്ട് ദൈവം നമുക്ക് സമാധാനം തരും. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം തരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം തരും. നിങ്ങൾ തകർന്നു പോലത്തെ കർത്താവ് നിങ്ങളെ പണിയും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യേശുവോട് പ്രാർത്ഥിക്കും, കർത്താവ് ഞാൻ അങ്ങേക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട്ട് കടന്നു വരാം. നമുക്ക് അവനെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, കേട്ട വചനപ്രകാരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് തുടർന്ന് ഈ ഭാരത്തോടെ വന്ന ജനത്തിൻ്റെ വിഷയങ്ങളെ ദൈവം അവർക്കായി അത്ഭുതങ്ങളെ ചെയ്യണം. ഏത് വിഷയത്തിൽ ജനം നുറുങ്ങിയിരിക്കുന്നോ കർത്താവെ, അങ്ങ് അവരെ വിടിവിക്കണം, ഒരത്ഭുതം ചെയ്യണം. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കേട്ട വചനപ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിന് നന്ദി. ആമേൻ.